നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട പോഷകങ്ങളിലൊന്നാണ് ഇരുമ്പ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ഊർജ്ജം കുറയുക, ശ്വാസതടസ്സം, തലവേദന, തലകറക്കം, വിളർച്ച എന്നിവയ്ക്കൊക്കെ ഇടയാക്കും. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞു കാണുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച. ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണിത്. ചുവന്ന രക്താണുക്കൾക്ക് ഓക്സിജനെ വഹിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഏറ്റവും മികച്ചൊരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാനും വിളർച്ച തടയാനും സഹായിക്കുന്ന ഇരുമ്പും മറ്റ് ആരോഗ്യസമ്പുഷ്ടമായ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾക്ക് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും വൈജ്ഞാനിക പ്രവർത്തനം വർദ്ധിപ്പിക്കാനും ഡിമെൻഷ്യയുടെ സാധ്യത ലഘൂകരിക്കാനും കഴിയും. ബീട്രൂട്ടിൽ വിറ്റമിൻ എയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബീട്രൂട്ട് അമിതമായിട്ട് കഴിക്കുന്നത് കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന് കാരണമാവുകയും അലർജി പ്രശ്നത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്യും. കൂടാതെ ബീട്രൂട്ടിൽ ഉയർന്ന കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയും വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വയറുവേദനയ്ക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ബീട്രൂട്ട് കഴിക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് കഴിക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഇരുമ്പിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് കഴിക്കാൻ പറ്റുന്ന മറ്റ് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശർക്കര. ദിവസവും ചെറിയ അളവിൽ ശർക്കര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അയണിൻ്റെ അഭാവം ഇല്ലാതാക്കും. മാത്രമല്ല പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരവുമാണ്. അടുത്തത് നെല്ലിക്കയാണ്. വിറ്റമിൻ സി, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ വിളർച്ച തടയാനായിട്ട് ഇത് സഹായിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഭക്ഷണമാണ് ചീര. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ചീര ആഴ്ചയിൽ 2 തവണയെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി മറ്റൊന്ന് ഉണക്കമുന്തിരിയാണ്. പ്രത്യേകിച്ചും കോപ്പർ, മറ്റ് വിറ്റമിനുകൾ എന്നിവയും ഉണക്കമുന്തിരിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 8 മുതൽ 10 വരെ ഉണക്കമുന്തിരി കുതിർത്ത് നമുക്കൊരു ദിവസം കഴിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും നമുക്ക് ഉണക്കമുന്തിരി കഴിക്കാം. പക്ഷേ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു അളവിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം നെഗറ്റീവ് എഫക്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.